കമ്മ്യൂണിസം അധിനിവേശ വിരുദ്ധവും സാമ്രാജ്യത്വ വിരുദ്ധവും എന്നുള്ള രണ്ട് പഴഞ്ചൻ നുണകൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കാമനയി, കൊല്ലപ്പെട്ട കാമനയ്ക്ക് വേണ്ടി കണ്ണീരൊരുക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും. എന്താണ് കാമനയെ? ഒരു പരമാധികാര രാജ്യത്തെ ആക്രമിച്ചാണെന്നാണ്. പരമാധികാര രാജ്യത്തെ ആയിട്ടുള്ള യുദ്ധമാണ്. പരമാധികാര രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ പാടില്ല. അധിനിവേശം നടത്തി. എന്ത് അധിനിവേശം? ഒരാൾ പോലും അതിനകത്ത് കയറിയിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞു വരിക, അതായത് ഒരു രാജ്യത്തെ ആക്രമിക്കുന്നു. ഒരു യുദ്ധത്തിൽ ആരെങ്കിലും ഒരാളെ ആക്രമിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ അധിനിവേശം എന്ന് പറയുന്നത് ഇതല്ല. അധിനിവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ആ രാജ്യത്തിന്റെ പ്രദേശങ്ങൾ കീഴടക്കി അവിടെ റഫറൻഡമോ അല്ലെങ്കിൽ മറ്റേത് സംഗതികളോ നടത്തിയോ നടത്താതെ അവിടെ അവരുടേതായിട്ടുള്ള സർക്കാരിനെ വെച്ചിട്ട് അവിടുത്തെ വസ്തുവകകളും കാര്യങ്ങളും എല്ലാം സ്വന്തമാക്കി അനക്സ് ചെയ്യുന്ന പരിപാടിക്കാണ് അധിനിവേശം എന്ന് പറയുന്നത്. അമേരിക്ക നടത്തുന്ന അധിനിവേശമല്ല, അമേരിക്ക നടത്തുന്ന യുദ്ധങ്ങളാണ്. അതാണ് ഞാൻ പറയുന്നത്. ഹെജിമൻ എന്നുള്ള വാക്കാണ് അവിടെ വേണ്ടത്, അല്ലാതെ ഒരിക്കലും ഇമ്പീരിയലിസം എന്നുള്ള വാക്കല്ല. ഇമ്പീരിയലിസം എന്നാൽ സോവിയറ്റ് യൂണിയൻ ഇമ്പീരിയലിസ്റ്റ് ആയിരുന്നു, പക്ക ഇസ്ലാം ഇമ്പീരിയലിസ്റ്റ് ആണ്. അമേരിക്ക ഒരു ഹെജിമൻ ആണ്. അവര് ലോകത്തെ പോലീസുകാരനാണ്, അല്ലെങ്കിൽ ലോകത്തെ വ്യവസ്ഥകളെ അല്ലെങ്കിൽ രാജ്യങ്ങളെ അവരെ വരുതിക്ക് വരുത്താനായിട്ട് അവർ സോഫ്റ്റ് പവർ ഉപയോഗിക്കും, മിലിറ്ററി പവർ ഉപയോഗിക്കും. സോ ദേ ആർ എ ഹെജിമൻ. ദാറ്റ്സ് റൈറ്റ് വേർഡ്. ഇവിടെ ഞാൻ ഈ ക്യാമ്പിസം എന്ന് പറഞ്ഞ ഇതുണ്ടായിരുന്നു. ക്യാമ്പിസം എന്ന് പറഞ്ഞാൽ ഫിനോമിനൻ വേർ സർട്ടൻ ഗ്രൂപ്പ്സ് പ്രൊട്ടസ്റ്റ് ഓൺ നേഷൻസ് ഇന്റർവെൻഷൻ വൈൽ റിമൈനിങ് സൈലന്റ് സപ്പോർട്ടിങ് ഡ്യൂറിങ് അതേഴ്സ്. ചില അധിനിവേശങ്ങളെ എല്ലാ യുദ്ധങ്ങളും അധിനിവേശങ്ങളല്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരാൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ ചെന്നാൽ അധിനിവേശം നടത്താനാണ്. ഇപ്പൊ അമേരിക്ക എന്തായാലും ഇന്നലെ തന്നെ നടന്ന പ്രസ്താവന തന്നെ പറഞ്ഞെന്താണ്, ഞങ്ങൾ ഇറാനെ ആക്രമിക്കുന്നു, ന്യൂക്ലിയർ ആയുധങ്ങൾ അവര് എൻറിച്ച് ചെയ്തു. ഇറാൻ കുറ്റം ചെയ്തു. ഇറാന്റെ കുറ്റം വളരെ വ്യക്തമാണ്. ഇറാൻ ഒരിക്കലും 60% യുറേനിയം എൻറിച്ച് ചെയ്യാൻ പാടില്ല. അത് അവരെഴുതിയിട്ടുള്ള, അവരൊപ്പിട്ടിട്ടുള്ള, റാറ്റിഫൈ ചെയ്തിട്ടുള്ള കരാറിനെതിരാണ്. അന്താരാഷ്ട്ര കരാർ ലംഘിച്ചു, ആക്രമിക്കാം. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും കൂടെ നിൽക്കുന്നത്. കൂടെ നിന്നേ പറ്റൂ. ലീഗലി അമേരിക്ക കറക്റ്റാണ്. അതിനെ അധിനിവേശം എങ്ങനെ വിളിക്കുന്നത്? അത് യുദ്ധം തന്നെയാണ്. ഒരു എറിങ് ആയിട്ടുള്ള നേഷന്റെ ന്യൂക്ലിയർ ശക്തി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതിന് ആദ്യം ചർച്ച എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. ചർച്ച നടത്തി. ചർച്ച ഫേക്ക് ആയിരിക്കും, ഓയിക്കോട്ടെ, ഇരുകൂട്ടരും അത് വിശ്വസിച്ചിട്ടില്ലല്ലോ, പക്ഷെ അത് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ്. ചർച്ച കഴിയും, അവരനുസരിക്കുന്നില്ല, വീണ്ടും അടിക്കും. ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പം ഇതിനാണ് ക്യാമ്പിസം എന്ന് പറയുന്നത്. The tendency to support any camp that opposes the West, regardless of their own human right record. ഇപ്പോൾ വെസ്റ്റിനെ എതിർക്കുക, പാശ്ചാത്യ രാജ്യങ്ങളെ, ക്യാപിറ്റലിസം, അമേരിക്ക, അതിനെ എതിർക്കുക. ഇതെന്തോ ഒരു പാമ്പിന്റെ വിഷസഞ്ചി പോലെ ഇച്ചിരി എന്ത് കാണുന്നത് കടിക്കുക എന്ന് പറയുന്നതാണ്. പ്രത്യേകിച്ച് വേറെ ചിന്തകളോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. സോ യൂണി ഡയമെൻഷനിലാണ്. അതിനാണ് ക്യാമ്പിസം എന്ന് പറയുന്നത്. ക്യാമ്പിസമാണ് ഇത് ഈ ഹലാൽ ഇൻവേഷനും ഹറാം ഇൻവേഷനും വരുന്നത്. ചില കാര്യങ്ങളിൽ സെലക്റ്റീവ് സൈലൻസ് ആയിരിക്കും. ഇറ്റ്സ് ബിൽറ്റ് ഓൺ ബ്രഷ്നേവ് ഡോക്ട്രിൻ. പഴയ സോവിയറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ബ്രഷ്നേവിന്റെ ഒരു സിദ്ധാന്തമാണ്, നമ്മുടെ മൺട്രോ ഡോക്ട്രിൻ പോലെ. ദാറ്റ് ഓൺസ് എ കൺട്രി എൻഡേഴ്സ് സോഷ്യലിസ്റ്റ് ക്യാമ്പ്. ഈ സോഷ്യലിസ്റ്റ് ക്യാമ്പിൽ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ പരിധിയിൽ ഒരിക്കൽ ഒരു രാജ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒന്നുമില്ല, ഒന്നാന്തര സാമ്രാജ്യം, ഒരു സാറ്റലൈറ്റ് കൺട്രി ആയി കഴിഞ്ഞാൽ, ഇറ്റ്സ് സോവറിറ്റി ഈസ് സെക്കൻഡറി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ്. അതിന് സോവറിറ്റി, പരമാധികാരമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അത് സെക്കൻഡറി ടു ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ്. കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന് കീഴടങ്ങിയുള്ള, പാർട്ടിക്ക് വിധേയമായുള്ള യുക്തിവാദം മതി എന്നൊക്കെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെയൊക്കെ ആയിരിക്കും. ആ രാജ്യത്തിന് പിന്നെ സ്വാതന്ത്ര്യമില്ല. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. സോഷ്യലിസ്റ്റ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർ പറയുന്നോണം കേൾക്കണം, അതിന്റെ ഗുണം കിട്ടും, നിങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യും, സൈനിക സഹായം തരും, അത് തരും, പക്ഷെ നിങ്ങൾക്ക് ഐഡന്റിറ്റിയോ വ്യക്തിത്വമോ ഒന്നുമില്ല. അതാണ് തന്നെയാണ് പാർട്ടി പോലെയാണ് ഈ സംഗതി ഇന്റർനാഷണൽ ലെവലിൽ. ഇതിനെയാണ് ബ്രഷ്നേവിന്റെ ഡോക്ട്രിനാണ്. അതുകൊണ്ട് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെ ക്യാമ്പിലുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ ആ ക്യാമ്പ് വിട്ടുപോകാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവിടെ പ്രക്ഷോഭം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവിടെ ജനാധിപത്യത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ റഷ്യൻ ചമ്പട അവിടെ ഉരുണ്ട് ചെല്ലും, ടാങ്കുകൾ അവിടെ ചെല്ലും, കൂട്ടക്കൊലകൾ നടത്തും, സോവിയറ്റ് പപ്പറ്റിനെ സ്ഥാപിക്കും. അധിനിവേശം അല്ലേന്ന് ചോദിച്ചാൽ ഇതേപോലെ അധിനിവേശങ്ങൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു 10 പറയാം. നമ്പർ 1, ദ പാർട്ടീഷൻ ആൻഡ് ഓക്യുപ്പേഷൻ ഓഫ് പോളണ്ട്. അധിനിവേശം നടത്താത്ത പാർട്ടി സ്റ്റാലിന്റെ പാർട്ടിയാണ്. നോക്കൂ, റിബൻട്രോപ്പും മൊളോട്ടോവുമായിട്ടുള്ള ട്രീറ്റിക്ക് ശേഷം നാസി കമ്മ്യൂണിസ്റ്റ് സഖ്യം നടക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ജർമ്മനി തയ്യാറാവുന്നില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയനെ ഇവർ തമ്മിൽ സന്ധി ഉണ്ടായിരുന്നു.
ആ സന്ധിയുടെ കാലഘട്ടം കഴിഞ്ഞതായിട്ട് ഹിറ്റ്ലർ കരുതിയ കാലഘട്ടം ഹിറ്റ്ലർ റഷ്യ ആക്രമിക്കുന്നു. അത് പിന്നീട് നടക്കുന്നതാണ്. പക്ഷെ നീണ്ടകാലം ഇവർ തമ്മിൽ രമ്യതയിലാണ്. ഈ പോളണ്ട് പോലൊരു രാജ്യത്തെ കിഴക്കുന്ന് ഇവിടെ നിന്ന് സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുന്നു, ഇവിടെ നിന്ന് ജർമ്മനി ആക്രമിക്കുന്നു. ഈ രാജ്യത്തെ രണ്ടായിട്ട് അധിനിവേശം നടത്തി, എന്താ പറയുന്നത്, ഒരു ബ്രെഡിന്റെ അപ്പുറം ഇപ്പുറവും മുറിച്ചെടുത്ത് റഷ്യൻ കമ്മ്യൂണിസവും നാസിസവും ഒരു വ്യത്യാസവുമില്ല. അതിന് ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റുകൾ, ലോകമെമ്പാടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റ് പ്രസ്ഥാനക്കാരും അന്ന് അതിന് പറഞ്ഞ ന്യായീകരണം എന്താ പറയുക, നിങ്ങൾ എന്താണ് ഈ അധിനിവേശം ഒരു പോളണ്ട് പോലെ ഒരു നിസ്സാര രാജ്യത്തെ ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്നത്, നല്ല തക്കം നോക്കി വെട്ടിപ്പിടിക്കുന്നത് ശരിയാണോ? അത് അവിടുത്തെ ജനങ്ങളുടെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയൊക്കെ തടസ്സപ്പെടുത്തുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് ടീമുകൾ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും മറ്റ് പല രാജ്യങ്ങളിലുള്ളവർ പറഞ്ഞിരുന്ന ന്യായം എന്താ പറയുക, ഓൺ September 17, 1939, Soviet tank rolled to eastern Poland. The official Soviet justification, repeated by communist parties worldwide, was that Polish state has ceased to exist, and the Red Army was merely providing protection to brotherly Ukrainian and Belarusians living there. അതായത് ഈ പോളണ്ട് എന്നുള്ള രാജ്യം ഇല്ലാതായി, അതിനി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഇവിടൊക്കെ ഈ പോളണ്ടിൽ കുറച്ച് യുക്രൈനിയൻ, അതുപോലെ തന്നെ ബൈലോറഷ്യ, ഇന്നത്തെ ബെലറസ്, അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നതാണ്. അന്നത്തെ ന്യായീകരണമാണ് ഇന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പറഞ്ഞുകൊണ്ടിരുന്ന ന്യായീകരണം. അത് അധിനിവേശമല്ല, ഇതൊരു ഹലാൽ സാധനമായിരുന്നു പോളണ്ടിനെ. ഇത് അതിന് മുന്നേയും ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക കേറ്റിൻ മാസക്കർ. കേറ്റിൻ മാസക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1940 കുപ്രസിദ്ധമാണ്. NKVD, സോവിയറ്റ് രഹസ്യ ടെറർ സംഘടനയാണ് സ്റ്റാലിന്റെ. NKVD എക്സിക്യൂട്ടഡ് നിയർ 22,000 പോളിഷ് മിലിറ്ററി ഓഫീസേഴ്സ്, ഇന്റലക്ച്വൽസ്, അക്കാദമിഷ്യൻസ് എല്ലാം ഉള്ള ആളുകളെ 22,000 പേരെ കൂട്ടക്കൊല നടത്തിയാണ് ഈ ഫോറസ്റ്റിലാണ് അടക്കിയത്. ഫോർ ഡെക്കേഡ്സ് ലോകമെമ്പാടുള്ള കമ്മ്യൂണിസ്റ്റുകൾ ദശാബ്ദങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയാം, സോവിയറ്റ് യൂണിയന്റെ ഒരു വാചകമാണ് അല്ലെങ്കിൽ ഒരു വാദമാണ്, നാസികളാണ് ഇത് ചെയ്തതെന്നായിരുന്നു. നാസികളാണ് ഇത് ചെയ്തത്. ഈവൻ വെൻ ദ എവിഡൻസ് പോയിന്റഡ് ഡയറക്ട്ലി ടു സ്റ്റാലിൻ. പക്ഷെ എല്ലാ തെളിവുകളും സ്റ്റാലിനാണ് ചെയ്തതെന്ന് ഉറപ്പുള്ളപ്പോഴും നാസികളാണ് ചെയ്തതെന്നാണ് പറഞ്ഞുള്ള പ്രൊപ്പഗാൻഡയാണ് ഇവിടെ നടത്തിക്കൊണ്ടത്. പ്രൊപ്പഗാൻഡയിൽ ഇസ്ലാമിനെ വെല്ലാൻ കമ്മ്യൂണിസത്തിന് മാത്രമേ സാധിക്കൂ. ദേ ഓൺലി അഡ്മിറ്റഡ് ട്രൂത്ത്. പിന്നെ സത്യം വെളിപ്പെട്ടു. Then അതുപോലെ തന്നെ ഇന്റേണൽ പേർജസ്. കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ഓഫ് ദ വെസ്റ്റ് ഹു ഡെയർ ടു ക്വസ്റ്റ്യൻ ദ അലയൻസ് ബിറ്റ്വീൻ ഹിറ്റ്ലർ ഡ്യൂറിംഗ് 1939 to 41 period were often purged or forced to resign. അന്ന് ഈ നാസി, അതായത് ഹിറ്റ്ലറും സ്റ്റാലിനുമായിട്ടുള്ള സന്ധിയെ എതിർത്ത കമ്മ്യൂണിസ്റ്റുകളുടെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. ഞാനിത് അധിനിവേശമായിട്ടല്ല, ഞാൻ ഈ പോളണ്ടിന്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ച ഒരു സാധനമാണിത്. ഈ രണ്ടാമത്, സോവിയറ്റ് അനക്സേഷൻ ഓഫ് ബാൾട്ടിക് സ്റ്റേറ്റ്സ്. അധിനിവേശമാണോ, ആക്രമണമാണോ, കീഴടക്കലാണോ, സോവറൻറ്റി ലംഘനമാണോ? ഞങ്ങൾക്ക് അധിനിവേശം ഇഷ്ടമല്ല, സോവറൻറ്റി തകർക്കുന്ന ഇഷ്ടമല്ല, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്നത്. അങ്ങനെ ഈ ബാൾട്ടിക് രാജ്യങ്ങൾ 40 മുതൽ 90 വരെ നീണ്ടു നിന്നു. ലിറ്റ്വേനിയ, ലാറ്റ്വിയ, എസ്റ്റോണിയ. ജൂലൈ 21, 1940 അണ്ടർ സോവിയറ്റ് മിലിറ്ററി ഓക്യുപ്പേഷൻ, ദ ന്യൂലി ഇൻസ്റ്റാൾഡ് പീപ്പിൾസ് പാർലമെന്റ് in Lithuania, Latvia, Estonia elected unfree, tightly controlled condition voted request incorporation into USSR. അവിടെ ഒരു ഷാം ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷൻ നടന്നിട്ട് അവർ തന്നെ ഈ യുക്രൈനിലെ പിടിച്ചെടുത്ത സ്ഥലങ്ങളിലൊക്കെ പുട്ടിൻ നടത്തുന്ന റെഫറൻഡം ഒക്കെ പോലെയാണ്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സോവിയറ്റ് യൂണിയന്റെ കൂടെ ചേർന്നാൽ മതി എന്ന്. അധിനിവേശം നടത്തി, അവിടെ ഇലക്ഷൻ നടത്തി. Within days, the Soviet Union annexed all 3 independent Baltic republics, turning them into Soviet Socialist Republics. സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകളായിട്ട് മാറ്റി. ഇൻഡിപെൻഡന്റ് സോവറിൻ റിപ്പബ്ലിക്കുകൾ രാജ്യങ്ങളായിരുന്നു ഈ 3 രാജ്യങ്ങൾ. അധിനിവേശമാണോ? സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ നടന്നതാണ്. ഇത് ഹലാലാണ് സാധനം. ഇത് അതിന് അവരെന്താ പറഞ്ഞതെന്നറിയോ? ലോകമെമ്പാടുള്ള കമ്മ്യൂണിസ്റ്റുകൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വോളണ്ടറി എൻട്രി ആണ്. They argued that the Baltic people had staged a homegrown socialist revolution and had voluntarily requested to join USSR to escape their fascist bourgeois local government. അവിടെയുള്ള ഫാസിസ്റ്റ് ബൂർഷ ലോക്കൽ ഗവൺമെന്റുകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഈ എസ്റ്റോണിയ,
ലിറ്റ്വേനിയ, ലാറ്റ്വിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾ സ്വയം ഒന്ന് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടാക്കി അവര് അങ്ങനെ സോവിയറ്റ് യൂണിയനെ വിളിച്ച് ക്ഷണിച്ചു വരുത്തിയതാണ്. വോളണ്ടറി ആയിട്ട് വന്ന് ചേർന്നാണ്. അവിടെയൊക്കെ നടന്ന പ്രക്ഷോഭങ്ങളും മനുഷ്യരുടെ അടിച്ചമർത്തലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ലോക കമ്മ്യൂണിസ്റ്റ് നറേറ്റീവ് ഇങ്ങനെയായിരുന്നു. അധിനിവേശമൊന്നുമല്ല, ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്തു. The mock election. The communists worldwide defended the July 1940 elections where only pro-Soviet candidates were allowed. ആ ഇലക്ഷന്റെ പ്രത്യേകത എന്നറിയാം, പ്രോ സോവിയറ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ അലോ ചെയ്തിട്ടുള്ളായിരുന്നു. ആസ് ദർ ഹയസ്റ്റ് ഫോം ഓഫ് ഡെമോക്രസി ദേ ക്ലെയിംഡ് എ 90+ അപ്രൂവൽ റേറ്റിംഗ് വെർ ജെനുവിൻ എക്സ്പ്രഷൻസ് ഓഫ് വിൽ ഓഫ് ദ പ്രോലട്രിയേറ്റ്. അതായത് അന്ന് അവിടെ ഇലക്ഷൻ നടത്തി ഈ പറയുന്ന ഷാം ഇലക്ഷനിൽ പ്രോ സോവിയറ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ അനുവദിക്കുള്ളൂ. ഇത് തന്നെയാണ് ഇറാനിൽ ഈ കാമനൈ പറയുന്ന കാൻഡിഡേറ്റ് മാത്രമേ ഇലക്ഷൻ നിൽക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ തൊട്ട് മുന്നേ നടന്ന ഇലക്ഷൻ നോക്കണേ 7000 കാൻഡിഡേറ്റ്സിനെയാണ് അവര് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇതില്ല, ഇൻക്ലൂഡിങ് അഹമ്മദി നജാദ്. And they argued the Baltic states were being used by Western imperialists. അതിന് വേറൊരു കാരണം പറഞ്ഞു, ഈ ബാൾട്ടിക് സ്റ്റേറ്റുകളിലെ പാശ്ചാത്യ ഇമ്പീരിയലിസ്റ്റുകൾ ഉപയോഗിക്കുന്നതാണ്. സോവിയറ്റ് യൂണിയൻ മറ്റുള്ളവരെ ഇമ്പീരിയലിസ്റ്റുകൾ എന്ന് വെച്ചു. ആൻഡ് നാസി ജർമ്മനി ആസ് എ കോറിഡോർ ടു അറ്റാക്ക് സോവിയറ്റ് യൂണിയൻ. ഇതാണ് അവർ പറഞ്ഞൊരാര്യം. ഇത് ഞങ്ങളുടെ അയൽപക്കത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്, ഇത് പാശ്ചാത്യ ശക്തികൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കും. So annexation was framed as a defensive necessity to secure fatherland for proletariat. തൊഴിലാളി വർഗത്തിന്റെ പിതൃഭൂമിയാക്കാനായിട്ടാണ് അന്നത്തെ ഈ അധിനിവേശം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി USA പറഞ്ഞില്ലേ, was its anti-war phase due to the Molotov-Ribbentrop Pact, but they aggressively defended annexation in their newspaper Daily Worker, framing it as a liberation from Baltic dictatorship and masterstroke of Soviet diplomacy. സോവിയറ്റ് യൂണിയന്റെ ഡിപ്ലോമസിയുടെ വിജയമാണ്. ഇവിടെയുള്ള ലോക്കൽ ഭരണകൂടങ്ങൾ ഭയങ്കര ഭീകരമായതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ സോവിയറ്റ് യൂണിയനിലൂടെ ചേർന്ന് അവരെ മോചിപ്പിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ അവർ പറഞ്ഞറിയില്ല, കൊമിന്റേൺ എന്ന് പറഞ്ഞാൽ പൊതു സംഘടനയാണ്. They attacked the British government's refusal to recognize the annexation. അന്ന് ബ്രിട്ടീഷുകാര് ഈ അനക്സേഷൻ അംഗീകരിച്ചിരുന്നില്ല 3 രാജ്യങ്ങൾ. അതിനെ അവർ കുറ്റപ്പെടുത്തി, calling it an attempt by the imperialists to sow discord between UK and USSR. UK USSR തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് എന്നാണ് അവരതിനെ ആരോപിച്ചത്. അതായത് അനക്സ് ചെയ്തതിനെ ഉടനെ അംഗീകരിക്കണമായിരുന്നു. അവിടുത്തെ UK കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടതാണ്. അധിനിവേശം. മൂന്നാമത്തെ, ദ ഇൻവേഷൻ ഓഫ് ടിബറ്റ് സ്വന്തമായ ഭരണഘടനയും പതാകയും നാണയവും എല്ലാമുള്ള 1949 വരെ നല്ല ഒന്നാന്തരം രാജ്യമായിട്ട് സ്വതന്ത്ര സോറിൻ റിപ്പബ്ലിക് ആയിട്ട് നിന്ന രാജ്യമാണ്. ചൈനയിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള എത്തനിസിറ്റിയും ഐഡന്റിറ്റിയും റിലീജിയോസിറ്റിയും ഒക്കെ ഉള്ള രാജ്യമാണ്. പക്ഷെ October 7, 1950 the People's Liberation Army began its invasion of Tibet, launching an assault on Chamdo, the marking the start of the decades of occupation. The Tibetan ഒരു ആർമി ഉണ്ടായിരുന്നു, very small, outnumbered 10-1. 10-1 എന്നുള്ള നിലയിൽ അവർ ഔട്ട്നംബേർഡ് ആയിപ്പോയി. ആൻഡ് വാട്ട് ഫോളോഡ് വാസ് ഡെവസ്റ്റേഷൻ ഓവർ മില്യൺ ടിബറ്റ്സ്. പിന്നെ ഇത് പലസ്തീനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള സംഗതിയാണ്. 1 മില്യൺ ടിബറ്റ്സ് ആണ്. അവരെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ചിതറിക്കപ്പെട്ട് ഇത്രയും വർഷമായിട്ട് സ്വന്തം രാജ്യം ഉണ്ടായിരുന്നതാണ്. മറ്റാണെങ്കിൽ ഇല്ലാത്ത, പേപ്പറിൽ പോലും ഇല്ലാത്ത രാജ്യമല്ല, ഇത് ഉണ്ടായിരുന്ന രാജ്യമാണ്. അങ്ങനെയാണ് ദലൈലാമ ഇന്ത്യയിലേക്ക് വരുന്നതും പിന്നെ ചൈനക്കാർ ഇന്ത്യയെ ആക്രമിക്കുന്നതും. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഉണ്ടല്ലേ, Maoist communist parties globally define this as a liberation of Tibetan from feudal theocratic system. ബുദ്ധമതം അതോടൊപ്പം അവിടുത്തെ ഫ്യൂഡൽ സിസ്റ്റം, അതിൽ നിന്നൊക്കെ അവിടുത്തെ ജനങ്ങളെ മോചിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ പീപ്പിൾ ലിബറേഷൻ ആർമി ചെയ്തിട്ടുള്ളത്. അല്ലാതെ അതൊരു അധിനിവേശമോ ആക്രമണമോ സോവറനിറ്റി തകർക്കലോ ഒന്നും ആയിരുന്നില്ല. അതൊരു മോചനമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പ്രവാചകൻ കൊല്ലുന്നുണ്ടെങ്കിൽ അതൊരു കരുണയാണ് എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ ആ കൊല്ലൽ പോലും ഒരു കരുണയാണ്. അപ്പൊ ടിബറ്റ് ആക്രമിച്ച് അവിടെയുള്ള ജനങ്ങളെ അടിച്ചോടിച്ച് അവിടുത്തെ സൈന്യത്തെയും പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുത്ത പീപ്പിൾസ് ലിബറേഷൻ ആർമി അവർ ചെയ്തെന്താണ്, ഒരു വിമോചനമാണ് എന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എവിടെ കിടക്കുന്ന സംഗതികൾ? ഇത്
Hungary, 1956, when Hungarian people rose up against the Soviet government and demanded democratic reforms. 56 ഇപ്പൊ ഈ അടുത്തിടെ സെലൻസ്കി വിക്ടർ ഓർബാനെ ഓർമ്മപ്പെടുത്തിയ സംഭവം ഇതാണ്. അവിടെയുള്ള ജനങ്ങൾ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന സമരമാണ് 56. എന്തായിരുന്നു സോവിയറ്റ് യൂണിയന്റെ റെസ്പോൺസ്? ഇതായിരുന്നു: സോവിയറ്റ് സൈന്യം, സോവിയറ്റ് ടാങ്ക്സ് റോൾഡ് ഇൻ ടു ബുഡാപെസ്റ്റ് ടു ക്രഷ് ദ റെവല്യൂഷൻ. കമ്മ്യൂണിസ്റ്റ് സ്റ്റാൻസ് അന്നത്തെ ലോകമെമ്പാടുള്ള, ഇന്ത്യയിലെ എല്ലായിടത്തെയും, ടു പ്രിവെന്റ് ദ സ്പ്ലിൻഡറിങ് ഓഫ് ഈസ്റ്റേൺ ബ്ലോക്ക്, കിഴക്കൻ ബ്ലോക്ക്, സോഷ്യലിസ്റ്റ് ബ്ലോക്കിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ ഹംഗറിയിൽ കടന്നു കയറി. The most loyal communist party supported the Soviet crackdown, labeling the Hungarian protesters fascist, counter-revolutionary. ഈ പ്രൊട്ടസ്റ്റ് ചെയ്ത, ജനാധിപത്യത്തിന് വേണ്ടി വാദിച്ച ഹംഗറിയിലെ കമ്മ്യൂണിസ്റ്റുകാർ, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിക്കാർ, അവരെ എന്താണ് വിളിച്ചത്? ഫാഷിസ്റ്റ്, കൗണ്ടർ റെവല്യൂഷണറി എന്ന് പറഞ്ഞാൽ വിപ്ലവത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒന്നാന്തരമായി സോവിയറ്റ് യൂണിയൻ ഹംഗറിയിലേക്ക്, ബുഡാപെസ്റ്റിലേക്ക് അരച്ചു കയറി. ഈ ടീമുകളാണ് പറയുന്നത് ഞങ്ങൾ അധിനിവേശം, സോവറിനിറ്റി ലംഘിക്കൽ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, അത് മോദിയെ പിടിച്ചുകൊണ്ട് പോയാലും ഞങ്ങൾ പ്രതിരോധിക്കും. എന്താ കഥ! 68 പ്രാഗ് വസന്തം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അലക്സാണ്ടർ ഡ്യൂബ്ചെക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. known as the Prague Spring, Czechoslovakia attempt to introduce socialism with a human face. ഹ്യൂമൻ ഫേസ് എന്ന് പറയുന്ന, അതായത് സോഷ്യലിസം വിത്ത് എ ഹ്യൂമൻ ഫേസ് ആയിരുന്നു അവരവിടെ ഉദ്ദേശിച്ചത്. ഒരു മനുഷ്യമുഖമുള്ള സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നാണ്. അങ്ങനെ ഒരു വൈരുദ്ധ്യമാണ്. അവർക്ക് ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന സാധനമല്ല. അപ്പൊ എന്ത് ചെയ്തു? ദ USSR ഇൻവേഡഡ് ടു ഹോൾട്ട് ദീസ് റിഫോംസ്. പരിഷ്കരണമൊക്കെ അവിടെ നിർത്തി, ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് സോവിയറ്റ് ടാങ്കുകൾ അങ്ങോട്ട് വരികയാണ്. The communist stance അതിനകത്ത്, the USSR justified under Brezhnev doctrine, which claimed that the right to intervene in any country where the communist government was threatened. While some Western communist parties began to distance themselves, many hardline groups remained silent and supportive. കുറെ പാശ്ചാത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഈ അവസരം നോക്കി ഇത് ഒരു ജനാധിപത്യ പരിഷ്കരണത്തിന് വേണ്ടി വാദിക്കുമ്പോഴും ടാങ്കുകളാണ് മറുപടി. ബുഡാപെസ്റ്റിലും ചെക്കോസ്ലോവാക്യയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്, ഹംഗറിയിലും. അപ്പം ഇത് നമുക്ക് പറ്റിയല്ലെന്ന് പറഞ്ഞ് പല കമ്മ്യൂണിസ്റ്റുകാരും മാറി നിന്നപ്പോൾ ഈ ഹാർഡ് ലൈനേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ഇതിന് വലിയ തോതിൽ ഒന്നുകിൽ സൈലന്റ് അല്ലെ സപ്പോർട്ട്, SS ആയിരുന്നു. ഇതാണ് 5th one. 6th one, ഇതാണ് ഏറ്റവും രസകരമായ കാര്യം. ചൈനീസ് ഇൻവേഷൻ ഓഫ് വിയറ്റ്നാം 1979. 27 ദിവസം നീണ്ടുനിന്ന ഇതായിരുന്നു. ചൈന ഇൻവേഡഡ് വിയറ്റ്നാം ബിക്കോസ് വിയറ്റ്നാം ഹാഡ് ഇൻവേഡഡ് കംബോഡിയ. അതാണ് വിയറ്റ്നാം കംബോഡിയ ഇൻവേഡ് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിയറ്റ്നാമിനെ ഇൻവേഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ദ കോൺഫ്ലിക്ട് ലാസ്റ്റഡ് ഫോർ എ മന്ത്, ആക്ച്വലി 27 days. Tens of thousands കാഷ്വാലിറ്റീസ് ഉണ്ടായി. ചൈന ഇങ്ങോട്ട് ഇരച്ചു കയറിയ സ്ഥലമാണ്. അധിനിവേശമാണോ? എന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചെയ്തിട്ടുള്ളത്? അധിനിവേശത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവും? അല്ല, ഇത് ഹലാലാണ് സാധനം. The world communist parties were forced to പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ CPI ഒക്കെ ചൈനയെ കുറ്റപ്പെടുത്തി. CPM ചൈനയെയും വിയറ്റ്നാമിനെയും കുറ്റപ്പെടുത്തി. കാര്യം വിയറ്റ്നാം കംബോഡിയ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. അവർക്ക് വലിയ ഇതായിരുന്നു, അവർക്ക് ചൈനയോടൊരു ഇതുണ്ടായിരുന്നു. അവിടെ മഴ പെയ്യുന്നതനുസരിച്ചാണല്ലോ ഇവിടെ കുട പിടിക്കുന്നത്. പക്ഷെ വേൾഡ് മുഴുവൻ ഈ സോവിയറ്റ് യൂണിയൻ ഭയങ്കരമായിട്ട് അതിനെ എതിർത്തു. കാരണം എന്താണ്? ചൈന മറുവശത്ത് അമേരിക്കയുടെ കൂടെയാണ് എന്നുള്ള രീതിയിൽ. The Sino-Soviet split. Soviet Union and the majority communist parties globally, members of the Warsaw Pact and the parties aligned with Moscow, vehemently condemned China. Moscow denounced the invasion as a blatant act of aggression. ഭയങ്കര അഗ്രഷൻ ആണ്. ഈ പടമൊക്കെ വളരെ ഇതാണ്. ഇത് കണ്ടിട്ടുണ്ടോ? ഒരു അവാർഡ് വിന്നിങ് പിക്ചറാണ്. ഇനി ഇതിനകത്ത് ഇത് ഇൻവേഷനാണ്. ഇതിനകത്ത് അവർ പാർട്ടി നോക്കിയാണ്, ഇവർ ഏത് അനുകൂലിക്കുന്നു ആ പാർട്ടി നോക്കിയാണ് അവരുടെ തീരുമാനങ്ങളും കാര്യങ്ങളും വന്നത്. അല്ലാതെ ഇൻവേഷനെ എതിർക്കുക എന്നുള്ളതല്ല. ഈ സോവിയറ്റ് യൂണിയൻ ഇതിനെ ഭയങ്കര ബ്ലേറ്റന്റ് ആക്ട് ഓഫ് അഗ്രഷൻ എന്ന് വിളിച്ച സോവിയറ്റ് യൂണിയൻ എന്താണ് ചെക്കോസ്ലോവാക്യയിലും
ഹംഗറിയിലും ചെയ്തത് എന്ന് ഞാൻ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അവർക്ക് ചെയ്യാം, പക്ഷെ ചൈന മറുചേരിയിൽ അമേരിക്കൻ ചേരിയിലാണ് എന്നുള്ളതുണ്ട്. വിയറ്റ്നാമിനെ നാണം കെടുത്താം. വിയറ്റ്നാം ഇപ്പൊ അമേരിക്കയ്ക്കെതിരെ യുദ്ധം ജയിച്ചതേ ഉള്ളൂ. അങ്ങനെ അവരുടെ ഭാഷയിൽ ഒരു യുദ്ധം ജയിച്ചതേ ഉള്ളൂ. അപ്പൊ ആ വിയറ്റ്നാമിനെ നാണം കെടുത്താനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചത്. എന്നാൽ ഒരുപാട് മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ ചൈനയാണ് സപ്പോർട്ട് ചെയ്തത്. അവർ ആ ഇൻവേഷൻ അവര് smaller Maoist and anti-revisionist parties that were split from Moscow in 1960s defended the invasion. അങ്ങനെയുള്ള പാർട്ടികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. And they framed the invasion as a self-defensive counter-attack. ഓരോ സമയം ഓരോ വാചകമാണ്. ഹലാലാണെ കുഴപ്പമില്ല. ഇത് നോക്കുക, ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ ഇൻവേഷൻ അല്ലേ? ഇവിടുത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഈ ഇൻവേഷനെ എതിർത്തിട്ടുണ്ടോ? സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ പോലും അന്ന് പലപ്പോഴും പറയായിരുന്നു, റഷ്യൻ ചമ്പട അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം അവിടെ പട്ടാളക്കാർക്ക് പെൺകുട്ടികൾ കൊണ്ടുവന്ന് പൂക്കൾ കൊടുത്തു എന്നൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ടോ നമ്മള്? 9-10 വർഷത്തെ നീണ്ടു എന്നുള്ള അധിനിവേശമാണ്. അങ്ങനെയാണ് ഈ മുജാഹിദീനുകൾ ഉണ്ടാവുന്നു, പിന്നെ താലിബാൻ ആവുന്നു, ഇന്ന് ലോകത്തിന് ഭീഷണിയാവുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്റ്റാൻസ് എന്തുവരെന്ന് അറിയാതെ, global communist movement generally characterize it as a fraternal assistant mission to protect a progressive government from CIA backing religious fanatics. അതായത് അവിടെ നജീബുള്ളയുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ സംരക്ഷിക്കാനായിട്ട് സഹോദരരായിട്ടുള്ള സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന് സംരക്ഷിക്കുന്നു എന്നാണ് ഗ്ലോബൽ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരാണ് അധിനിവേശം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇത് ഇറാഖി ഇൻവേഷൻ ഓഫ് കുവൈറ്റ്. ഇത് നോക്കുക, കുവൈറ്റ് എന്നൊരു രാജ്യത്തെ ശരിക്കും ഇൻവേഡ് ചെയ്ത് കീഴടക്കി അവരുടെ എത്രാമത്തെ പ്രവിശ്യയായിട്ട് പ്രഖ്യാപിക്കുകയാണ് സദാം ഹുസൈൻ ചെയ്തത്. ഈ സദാം ഹുസൈൻ ആരെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കശാപ്പ് നടത്തിയ ആളാണ്. എന്നിട്ട് എന്തായിരുന്നു ഇവരുടെ നിലപാട്? ഇറാഖിനെ ആക്രമിച്ച സദാമിന്റെ നിലപാടിനെതിരെ ആയിരുന്നു, അതോ സദാം ഹുസൈന് വേണ്ടി ഹർത്താൽ നടത്തുകയായിരുന്നു ചെയ്തത്? അതും അമേരിക്ക US ലെഡ് അത് UN-ന്റെ അനുമതിയോടുകൂടി അറബ് രാജ്യങ്ങളും കുവൈറ്റും വിളിച്ചു വരുത്തിയതാണ് അമേരിക്കയും നേറ്റോ സഖ്യത്തെയും. അന്ന് രണ്ടാമത്തെ അല്ല ഞാൻ പറഞ്ഞ ആദ്യത്തെ. അപ്പൊ UN അനുമതി ഉണ്ടായിട്ട് കൂടി എന്ത് ചെയ്തു? അമേരിക്ക അതിനകത്തൊരു പാർട്ടി ആയതുകൊണ്ട് സദാം ഹുസൈനെ വീരനായകനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ ഇലക്ഷൻ വരെ സ്ഥാനാർത്ഥി ആക്കിയില്ലെന്നേ ഉള്ളൂ, പുള്ളിക്ക് ഇവിടെ വരാൻ പറ്റാഞ്ഞുണ്ട്. സദാം ഹസൻ ആന്റി ഇമ്പീരിയലിസ്റ്റ് ഫിഗർ ആയിട്ട് പുള്ളിയെ ചാർത്തിക്കൊണ്ട്, ഡെസ്പൈറ്റ് ഹിസ് ബ്രൂട്ടൽ റെക്കോർഡ് ആൻഡ് ഗ്യാസിംഗ് ഓഫ് ഹിസ് ഓൺ പീപ്പിൾ, സ്വന്തം ജനങ്ങളെ വിഷവാതകം കൊടുത്ത് കൊന്ന ഒരു നരാധവനെ സാമ്രാജ്യ വിരുദ്ധ പോരാളി. എന്ത് ഈ സാമ്രാജ്യ വിരുദ്ധ പോരാളി? ഒന്നുമില്ല. അമേരിക്കക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സാമ്രാജ്യ വിരുദ്ധ പോരാളിയായി. 3 വാക്കുകൾ അങ്ങ് ചേർത്ത് നോക്കുക. എനിബഡി ക്യാൻ. ഇത് 9ഉം 10ഉം ഞാൻ ഒരുമിച്ചിട്ടിരിക്കുകയാണ്. റഷ്യൻ ഇൻവേഷൻ ഓഫ് ക്രൈമിയ 2014. ഇവിടെ എന്ത് ഭയങ്കര പ്രകടനമായിരുന്നു അറിയോ? അധിനിവേശത്തെ എതിർത്തുകൊണ്ട് ഇവിടെ ഭയങ്കര പ്രസംഗവും പ്രഭാഷണവും ഒക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ യുക്രൈൻ 2022, ഇത്രയും 4 വർഷമായിട്ട് നടക്കുന്ന യുദ്ധം ആരുടെ കൂടെയാണ്? ഈ അധിനിവേശ വിരുദ്ധർ. ഞാൻ കൂടുതൽ പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വ്യാജ പ്രൊപ്പഗൻഡകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അധിനിവേശ വിരുദ്ധതയൊന്നുമല്ല. ദേ ആർ ആക്ച്വലി ഈ ഖാമനയെ പൂഴ്ത്തി അല്ലെങ്കിൽ ഇറാന് വേണ്ടിയൊക്കെ നിലകൊള്ളുന്നത്. അത് വ്യാജമാണ്. ആക്ച്വലി ഉള്ളിൽ അങ്ങനെ അവർ യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെ ഒരു സ്റ്റാൻസ് ഒന്നും ഇല്ല. അത് വേറെ കാര്യം. അങ്ങനെ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ ദേ സിംപ്ലി വാണ്ട് ടു പ്ലക്കേറ്റ് ആൻഡ് പ്ലീസ് സർട്ടൻ പീപ്പിൾ. അതൊരു കമ്മ്യൂണൽ സ്റ്റാൻസ് ആണ്. ഈ കമ്മ്യൂണലിസം ഒരു ഹൈപ്പർ കമ്മ്യൂണലിസം ആണ്. അത് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അത് മറച്ചു വെക്കാനായിട്ട് ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ കമ്മ്യൂണിസവും സാമ്രാജ്യ വിരുദ്ധതയും ഒരു പ്രശ്നവുമില്ല. കമ്മ്യൂണിസം തന്നെ സാമ്രാജ്യ ഐഡിയോളജിയാണ്, ഇംപീരിയൽ ഐഡിയോളജിയാണ്. സോവിയറ്റ് യൂണിയൻ ഒരു ഒന്നാന്തര സാമ്രാജ്യം. സോവിയറ്റ് യൂണിയൻ സാമ്രാജ്യം അല്ലെങ്കിൽ പിന്നെ എന്താണ് സാമ്രാജ്യം? സാറ്റലൈറ്റ് കൺട്രീസ് വരെ ഉണ്ടായിരുന്നു.